2022 അതായത് ജൂലൈ 6-ാം തീയതിയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അനാമിക വിഷ്ണു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തതുമാണ്. എന്നാൽ ഇപ്പം അനാമിക വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ആൾക്കാരുടെ പേര് മാറിയിട്ട് വിഷ്ണുവിൻ്റെ അമ്മയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും തിരിഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഒരു ഓർഫനേജിനെ പറ്റിയിട്ടാണ് കുറേ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. സന്ധ്യ പല്ലവി എന്ന് പറയുന്ന അവിടുത്തെ മുൻ ജീവനക്കാരി വന്നിരുന്നിട്ട് ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് അലിഗേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുന്നേ അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വിഷ്ണുവിൻ്റെ അമ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സന്ധ്യ എന്ന് പറയുന്ന ഒരു ലേഡിക്കെതിരെ അവർ മുഖ്യമന്ത്രിക്കും പിന്നെ പോലീസിലും ഒക്കെ കംപ്ലൈൻറ്റ് കൊടുത്തു എന്നും പറയുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവം എന്ന് നമുക്ക് കേട്ടു നോക്കാം. അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഈ ഒരു സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ഒരു വ്യക്തിയെടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാര്യങ്ങൾ എഴുതുക. കഴിഞ്ഞ ദിവസം അതായത് ഒരു 3 ദിവസം മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായി. എൻ്റെ ഒരു സ്പോൺസർ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ അത് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് ഒരുപാട് ഞാൻ ഫ്രോഡാണെന്ന്, ഞാൻ ചാരിറ്റി ബിസിനസ് ആയിട്ട് നടത്തുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അതിനകത്ത് എഴുതിയേക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് ഡിപ്രഷന്, മനോവേദന, അപമാനം, കണ്ണുനീര് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പോസ്റ്റിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം അത് ബോധ്യപ്പെടുത്തണം. അപ്പം അത് ബോധ്യപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഞാൻ ഈ സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കത് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ 2022 അതായത് ജൂലൈ 6-ാം തീയതിയാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സ്ത്രീ ഇവിടെ ജോലിക്ക് വരുന്നത്. ജോലിക്ക് യഥാർത്ഥത്തിൽ അവർ ജോലിക്ക് വന്നതല്ല. കാരണമെന്ന് വെച്ചാൽ നമ്മൾ ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ടാണ് അവളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത്. പക്ഷെ അവള് അന്ന് രാത്രി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരെ നിർബന്ധിച്ച് അമ്മമാരുടെ വീഡിയോ എടുത്തു. അതെല്ലാം നമ്മുടെ ക്യാമറയിൽ, നമ്മുടെ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലും നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പം അതായത് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റ് ഇട്ട് ആ സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു ലേഡി ഓൾഡ് ഏജ് ഹോമിലൊക്കെ അതിക്രമിച്ച് കയറി അവരുടെ വീഡിയോ എടുത്തു എന്ന തരത്തിലൊക്കെയാണ് പറയണത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിഷയം അവരുടെ അടുത്ത് സംസാരിച്ചപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അന്തേവാസികളെയും കൊണ്ടിട്ട് അവിടുത്തെ സകല ജോലികളും ഇവർ ചെയ്യിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല അവരെനിക്കൊരു 4 മിനിറ്റ് വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഒരു ലേഡി ഉണ്ട്, പിന്നെ ഒരു കൊച്ചുണ്ട്, പിന്നെ ഒരു പ്രായം ചെന്ന ഒരു അമ്മയുണ്ട്. അതിനകത്ത് അവർ പറയുന്നുണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ. അതായത് അവർക്ക് നേരെ ആഹാരം കിട്ടുന്നില്ല, പ്രത്യേകിച്ച് അവരുടെ കൊച്ചിനെ പഠിപ്പിക്കാൻ വിടുന്നില്ല, പിന്നെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അതിനകത്ത് സംസാരിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് ഈ സന്ധ്യ എന്ന് പറയുന്ന ആ ഒരു ലേഡിയാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ഒരിക്കലും ആ ഒരു വീഡിയോ എൻ്റെ ചാനലിലൂടെ ഞാനത് പുറത്ത് വിടുന്നില്ല. ബിക്കോസ് അത് ഒരാളുടെ പ്രൈവസി ആയിട്ട് ഞാൻ മാനിക്കുന്നു. പ്രത്യേകിച്ച് അതൊരു ഓർഫനേജ് ആണ്. അപ്പം ഞാൻ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ വന്നിട്ട് ആ ഒരു വീഡിയോ കാണിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഒന്നെങ്കിൽ ആ വല്ല ന്യൂസ് ചാനൽസോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളോ ആയിട്ടൊക്കെ പോകുമ്പോൾ അവർ വഴി, പോലീസുകാർ വഴിയൊക്കെ അത് പുറത്ത് വിടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു ലേഡി പറയുന്നുണ്ട് അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്, പ്രത്യേകിച്ച് അവരാണ് അവിടുത്തെ സകല ജോലികളും ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഓർഫനേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരുമില്ലാത്ത അനാഥരാണ് അവിടെ കൂടുതലും വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അവരെയും കൊണ്ട് അവിടുത്തെ ജോലികൾ ചെയ്യിപ്പിക്കുക എന്ന് പറയണതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് നിങ്ങൾ തന്നെ വന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്കിതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഞാൻ അവിടെ വന്ന് കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല. എങ്കിലേ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനും പറ്റത്തുള്ളൂ. നല്ല വാക്കുകൂടെ കേൾക്കാം. ഇവര് അന്ന് കയറി അമ്മമാരെയൊക്കെ കൊണ്ട് നിർബന്ധിച്ച് ക്യാമറ എടുത്തു. നിങ്ങൾക്ക് ഈ സ്ഥാപനം ഇവിടെ വന്നവർക്കറിയാം, ചിൽഡ്രൻസ് ഹോമും ഓൾഡ് ഏജ് ഹോമും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം 2 ബിൽഡിംഗ് ആണ്, ഇടയ്ക്ക് മതിൽ കെട്ടി പിരിച്ചിട്ടുണ്ട്. അപ്പം ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ട് വന്ന ഒരാൾക്ക് ഓൾഡ് ഏജ് ഹോമിൽ കയറേണ്ട കാര്യമില്ല. പക്ഷെ ഇവര് കയറി ഓൾഡ് ഏജ് ഹോമിൽ കയറി അമ്മമാരുടെ വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതേപോലെ എനിക്കെതിരായിട്ടൊരു വീഡിയോ ഞാനൊരു പെണ്ണല്ലേ, അപ്പം ഒരു പെണ്ണിന് ഇത്രയും സ്ഥാപനം ഒറ്റയ്ക്ക് ഇങ്ങനെ കൊണ്ട് നടത്താൻ പറ്റുമോ? അപ്പൊ ഇതിനെ തകർക്കാനെ കൊണ്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് അയച്ച ഒരാളായിട്ടാണ് അന്ന് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് എല്ലാം എടുത്തതിൻ്റെ പേരിൽ ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് ഈ ഒരു ഉദയഗിരിജ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് പോലീസുകാർ അവരെ കൊണ്ട് ആ ഒരു വീഡിയോ ഒക്കെ നീക്കം ചെയ്യിപ്പിച്ചു എന്നൊക്കെ തരത്തിൽ അവർ പറയുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ പേരിൽ കള്ള പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പീഡന പരാതിയാണ് അവരുടെ പേരിൽ കൊടുത്തതെന്ന്. വ്യാജമായിട്ടുള്ള പീഡന കേസാണ് അവരുടെ പേരിൽ കൊടുത്തത്. അതിൻ്റെ പേരിൽ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
അതിൻ്റെ വാശിക്കാണ് ഇപ്പം നിലവിൽ അവരിപ്പോൾ ഓരോ പോസ്റ്റും കാര്യങ്ങളും ഇടുന്നത്. അതായത് അതിൻ്റെ ആ ഒരു വിഷമത്തിലാണ് അവർ നിലവിൽ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോസ്റ്റും കാര്യങ്ങളും ഇടുന്നതെന്ന്. അതായത് വ്യാജമായിട്ട് ഒരു പീഡന കേസ് ഒരു സ്ത്രീക്കെതിരെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് അവർ പറയണത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിലൊക്കെ ഉള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അപ്പം ഇതിനൊന്നും നമ്മളാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ല. നമുക്കൊന്നും വ്യക്തമായിട്ട് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് വലിയ ക്ലാരിറ്റിയും ഇല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഒരു ഓർഫനേജ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുമ്പം ഇത്രയും വലിയ സീരിയസ് അലിഗേഷനൊക്കെ വരുമ്പോഴത്തേക്ക് മാക്സിമം ശ്രദ്ധിക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ കണ്ട ആ ഒരു 4 മിനിറ്റ് വീഡിയോയ്ക്കകത്ത് ആ ഒരു ലേഡി സംസാരിക്കുന്നുണ്ട്. അതായത് ഞാനാണ് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതെന്നൊക്കെ തരത്തിൽ. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിന് തന്നെയായിരിക്കും അതൊരു ചീത്തപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വീഡിയോ എടുത്തു. ഇതേപോലെ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അന്ന് കുഞ്ഞുങ്ങൾ പ്രതികരിച്ചതിന് നമുക്ക് കുഞ്ഞുങ്ങളും ഇവരുമായിട്ട് വഴക്കുണ്ടായി. ഇവിടുന്ന് പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. നമ്മുടെ ഒരു ജീവനക്കാരി നമ്മുടെ സ്ഥാപനത്തിൽ മോശമായിട്ട് ഒരു ദിവസം വന്നാലും എത്ര ദിവസം ജോലി ചെയ്താലും മോശമായിട്ട് പ്രതികരിച്ചാൽ, മോശമായിട്ടൊരു കാര്യം ചെയ്താൽ, ഒരു അമ്മ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ അമ്മമാരോടോ മോശമായിട്ട് പ്രതികരിച്ചാൽ ഞാനത് അവരെ പിന്നെ ഇവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു പ്രശ്നമായി അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ഇവർ ശരിക്കും അവരെയും കൊണ്ട് നിർബന്ധിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാനായിട്ടുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. അത് മാത്രമല്ല, ഇവർ വീഡിയോ എടുപ്പിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കുറച്ച് ആൾക്കാർ, ബെറ്റർ അവരെയും കൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത്തിരിയും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. മനസ്സിലായില്ലേ? അതായത് അവരെ കൊണ്ട് ശരിക്കും നിർബന്ധിച്ച് ആ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചതാണോ അതോ അവർ സ്വമേധയാ ആ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണോ എന്ന് വളരെ വ്യക്തമാക്കാന്നേ ഉള്ളൂ. ആ ഒരു കാര്യത്തിനകത്ത് പറഞ്ഞു വിട്ട് ഇവർ നേരെ ചെയ്തത് അവിടെ ഇവിടെ അതിനു മുന്നേ ആദ്യമേ അവർ കുടുംബ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടെ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ ഇത് അടൂർ സ്റ്റേഷന്റെ പരിധിയാണെന്ന് പറഞ്ഞു. ഇവർ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പറഞ്ഞു. കുടുംബ സ്റ്റേഷനിൽ ഇവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്ന് വെച്ചാൽ കുടുംബ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് വെച്ചാൽ അവർ നേരെ ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഇട്ട്. അപ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേന് ഞാൻ അപ്പം പ്രതികരിച്ചു. ഞാൻ അടൂർ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അവർ ഇവിടുത്തെ ക്യാമറ ഉൾപ്പെടെ അവർ ചെയ്ത പ്രവൃത്തി ക്യാമറ ഉൾപ്പെടെ ഞാൻ അടൂർ സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെ അടൂർ സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിച്ചു വരുത്തി അവരെ വഴക്ക് പറഞ്ഞു. ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. അവരെ കൊണ്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അവർ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ചെയ്തിട്ടില്ലായിരുന്നെന്ന് ഈ 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ ചെയ്യിപ്പിച്ചു, അവരെ പറഞ്ഞു വിട്ടു. പിന്നെയെന്ന് വെച്ചാൽ അവരതിനകത്ത് ഇട്ടേക്കുന്നു 2022 അവര് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്, അതേപോലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും കേസ് കൊടുത്തതും എല്ലാം അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മുഴുവൻ ഇവിടെ അന്വേഷണത്തിന് ആൾ വന്നു. ഇവിടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെ ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇവിടെ അവർ അന്വേഷണത്തിന് വന്നു. ഈ പറയുന്ന ഈ വീഡിയോയിലുള്ള അമ്മയോട്, ഈ അമ്പിളിയോട്, ബാക്കി കുഞ്ഞുങ്ങളോട് എല്ലാവരോടും സംസാരിച്ച് നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ ബുക്ക് ഉണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് അത് കണ്ടു ബോധ്യപ്പെടാം. ശരിക്കും ഇതാണ് പ്രധാനപ്പെട്ട ഒരു തെളിവെന്ന് പറയുന്നത്. കാര്യം നിങ്ങളുടെ സ്ഥാപനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഒരു ഗവൺമെൻറ് അതോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് സൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മൾ അവിടെ വന്ന് വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടോ യാതൊരു പ്രയോജനവുമില്ല. കാര്യം ഓൾറെഡി കേസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കാനായിട്ട് പോലീസുകാരും ഈ പറയുന്ന CWCന്ന് ഇവിടുന്ന് എല്ലാവരും ആൾക്കാർ വന്ന് അന്വേഷിച്ചിട്ട് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ലെന്ന്. അപ്പം പിന്നെ നമ്മൾ വന്നിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അപ്പം പിന്നെ ഇവർ പറയുന്നതിനകത്താണ് ന്യായമെന്നേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നിലവിൽ ഈ ഒരു സന്ധ്യ എന്ന് പറയുന്ന ഒരു ലേഡി ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുഖ്യമന്ത്രിക്കൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ഇവർ കൊടുത്ത അപേക്ഷ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൊടുത്ത പരാതി നമ്മുടെ പത്തനംതിട്ട സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർക്ക് ഇവിടെ തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയത്. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർക്ക് പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും പൂട്ടാനൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാതിരിക്കുമോ? 2022 ഒരു കേസ് കൊടുത്താൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റിൽ അവർ കേസ് കൊടുത്തപ്പം അതിനൊരു റിയാക്ഷൻ ഉണ്ടാവാതിരിക്കുമോ? അപ്പൊ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ അത് പരാതി കൊടുത്തിട്ട് എന്തായി എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. നമ്മുടെ ഇവിടെ എല്ലാം ഇൻസ്പെക്ഷന് വന്നു, ഇവിടെ ഒരു തെറ്റുകുറ്റവും ഇല്ല എന്ന് കണ്ട് അവർ ബോധ്യപ്പെട്ട് അവർ തിരിച്ചുപോയി. സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് ശരിക്കും അമ്മമാരെ നമുക്ക് ഓരോ ഒറ്റപ്പെട്ട് കഴിയുന്ന അമ്മമാരെ ഇവിടെ ആക്കുന്നുണ്ട്.
ചിൽഡ്രൻസ് ഹോമിലെ കുഞ്ഞുങ്ങളെ CWC വഴിയാ നമുക്ക് ഇപ്പോഴും കുഞ്ഞുങ്ങളെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ 70 പേരോളം ഇവിടെ ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റും നമ്മളുമായിട്ട് നല്ല സഹകരണമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവരിതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരെല്ലാം അവിടെ വന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് യാതൊരുവിധ കുറ്റങ്ങളൊന്നും അവർ കണ്ടിട്ടില്ല എന്ന്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ സന്ധ്യ എന്ന് പറയുന്ന ഈ ഒരു ലേഡിയുടെ കയ്യിൽ, ഇവരുടെ കയ്യിൽ അത്യാവശ്യം തെളിവും കാര്യങ്ങളും എല്ലാം ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ട് എന്നാണ് പറയണത്. പ്രത്യേകിച്ച് അവിടുത്തെ അന്തേവാസികളുടെ വീഡിയോസ് എല്ലാം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങളത് പറഞ്ഞല്ലോ. അതുപോലെയുള്ള കുറേ തെളിവുകൾ അവരുടെ ഭാഗത്ത് ഉണ്ട് എന്ന തരത്തിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. പ്രധാനമായിട്ട് അവരുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഓർഫനേജിൽ ഇതുപോലത്തെ അന്തേവാസികളൊക്കെ താമസിപ്പിക്കുകയാണെങ്കിൽ അവരെയും കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുത്തരുത്. അതായത് അവരെയും കൊണ്ട് എന്തിനാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്, അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സെർവൻസിനെ വെച്ചാൽ പോരെ എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറയണത്. ശരിക്കും അതൊരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഓർഫനേജിൽ നിൽക്കുന്ന ആൾക്കാരെയും കൊണ്ട് അവിടുത്തെ സകല ജോലികളും, പ്രത്യേകിച്ച് സുഖമില്ലാത്തവരെയൊക്കെ കൊണ്ട് ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമല്ലേ. എന്തായാലും ഇതിൻ്റെ ഒരു ക്ലാരിറ്റി അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് തരട്ടെ. അങ്ങനെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കൊരു വ്യക്തതയില്ല. ഇതവിടെ ജോലി ചെയ്ത വ്യക്തിയാണ് നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഈ ഒരു കാര്യം പറയണത്. ഓക്കെ, എന്തായാലും ഇനി അനാമികയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു കാര്യത്തിനകത്തോട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഇവരുടെ ഭാഗത്ത് യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദയഗിരിജ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. അത് മുന്നേ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ, പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞിട്ടുണ്ടോ, ഇത്തരത്തിലൊക്കെയുള്ള ഫൂളിഷ്നെസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇവരുടെ കയ്യിൽ ആ ഒരു കുട്ടിയെ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്തിട്ട് പിന്നെ വന്നിരുന്നിട്ട് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല. ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊത്തിനാന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. പിന്നെ ഇപ്പം വരുന്നത് മൊത്തം അനാമിക വിഷ്ണുവിന്റെ കാര്യമാണ്. അനാമിക വിഷ്ണുവിന്റെ കാര്യം, ഈ അനാമിക അനാഥയായതുകൊണ്ട് അല്ലെങ്കിൽ അനാമിയ ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വന്ന്. ഈ അനാമികയെ 18 വയസ്സ് കഴിഞ്ഞ് ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അനാമികയുടെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛൻ ഉപേക്ഷിച്ചതാണ്. CWCയുടെ മുന്നിൽ വന്ന അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചാണ് അവളെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയാണ് അനാമിക. പിന്നെ അനാമിക ഇപ്പം വളരെ സന്തോഷത്തോടാണ് കഴിയുന്നത്. അനാമിക പ്രഗ്നന്റ് ആയി, അനാമിക പ്രസവിച്ചു, ഒരു പെൺകുഞ്ഞായി. അവരവരുടെ കുടുംബത്തോടെ സന്തോഷമായിട്ടല്ലേ കഴിയുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെ മാടയോ കോടയോ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്കറിയത്തില്ല. ഒരു കുടുംബം തകർക്കാനെ കൊണ്ട് എളുപ്പമല്ലേ. നമ്മൾ ആ ഒരു കുടുംബത്തിന് ഒരാൾക്കെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നത് നല്ലതാണ്, പക്ഷെ ഇവിടെ വന്ന് ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അവർ ഈ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. പൂർണ്ണമായിട്ട് ഇവരെ ഈ ഒരു കാര്യത്തിനകത്ത് ഞാൻ യോജിക്കുന്നു. അനാമിക എന്ന് പറയുന്ന ആ ഒരു കുട്ടിയെ പറ്റിയിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയണ്ട. ഓൾറെഡി തന്നെ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ആ ഒരു കുട്ടി ലൈഫിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ വന്നിരുന്നതിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. എന്ത് തന്നെ ആയാലും ആ ഒരു പയ്യൻ ആ ഒരു കുട്ടിയെ കെട്ടി അവരടിപൊളിയായിട്ട് ജീവിക്കുന്നു. വെറുതെ അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അനാമികയെ എൻ്റെ മോനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഞാൻ ഇവിടെ സന്ധ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആരും അതിനെക്കുറിച്ച് അറിഞ്ഞില്ലേ? സന്ധ്യയും 18 വയസ്സായപ്പോഴാണ് സന്ധ്യയെ ഞാൻ വിവാഹം കഴിപ്പിച്ച് വിട്ടത്. ഈ സന്ധ്യയെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നു. അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. സന്ധ്യ എന്ന് പറയുന്ന കുഞ്ഞു എനിക്ക് 8 വർഷം മുന്നേ എനിക്ക് കിട്ടിയ മോളാണ്. അവളെയും ഞാൻ വിവാഹം കഴിച്ച് വിട്ട് അവൾക്കും ഒരു കുഞ്ഞുണ്ട്. അനാമികയെ ഞാൻ കല്യാണം കഴിച്ച് വിട്ട് അവൾക്കും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവരെല്ലാം നല്ല സന്തോഷമായിട്ട് കഴിയുന്നു. നിങ്ങൾ എന്തിനാണ് ജീവമാത എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഇത്രയും 10-70 പേര്, നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഒരു ദിവസം സംരക്ഷിക്കാൻ പറ്റുമോ? ഇവിടെ 10-70 പേരുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അമ്മമാര് 10-70 പേര് ഇവിടെ ഉണ്ട്. അവരുടെ അന്നം മുട്ടിക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടുകൊണ്ട് ഇതിന്റെ പുറകെ വരുന്നത്? റിയാക്ഷൻ വീഡിയോ ഇടുന്നവരെ മാത്രം ഈ വന്നിരുന്ന് കുറ്റം പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം നിങ്ങളുടെ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരല്ലേ വന്നിരുന്ന് ഇങ്ങനെ നമ്മുടെ തക്ക ഓരോ കാര്യങ്ങൾ പറയണത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് ചോദിക്കുന്നതിനും എടുക്കുന്നതിനകത്ത് നിങ്ങൾ ഭയങ്കര രീതിയിൽ അങ്ങ് നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ആകുമ്പം വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം വരും, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത് തകർക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നോക്കാനും ശ്രമിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത് സോഷ്യൽ മീഡിയ ആണ്. അപ്പം ഇവിടെ ഒരു വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 2 അഭിപ്രായമായിരിക്കും എല്ലാവർക്കും. അത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.